ഇവിടെ സന്തോഷം തന്നെയാണ്. ഇവിടുത്തെ ആൾക്കാരുമായിട്ട് വലിയ ഇഷ്ടത്തിലൊക്കെയാണ്. നല്ലതുപോലെ ഞങ്ങൾ കഴിഞ്ഞു പോവേ തന്നെ. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. നമ്മുടെ നാട്ടിൽ നിരവധി ധർമ്മസ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വിഭിന്നമായി വളരെ വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ധർമ്മസ്ഥാപനമാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് പഴവങ്ങാടിയിൽ സ്ഥിതി ചെയ്യുന്ന വഞ്ചി പൂവർ ഫണ്ടിൻ്റെ നേതൃത്വത്തിലുള്ള അമ്മ വീട്. പലവിധ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ആലംബഹീനരായ ഒരുപിടി അമ്മമാർക്ക് ആശ്രയ കേന്ദ്രമായി മാറുകയാണ് ഈ ഒരു അമ്മ വീട്. ഈ അമ്മ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. 1941 രണ്ടാം ലോകമഹായുദ്ധകാലത്താണ് വഞ്ചി പൂവർ ഫണ്ട് സ്ഥാപിതമാകുന്നത്. ഈ വഞ്ചി പൂവർ ഫണ്ട് സ്ഥാപിതമാകുന്നത് തന്നെ തിരുവിതാംകൂർ പ്രദേശത്തെ വിദ്യാഭ്യാസ രംഗത്ത് അധികം കോട്ടങ്ങൾ ഉണ്ടാകരുത്. പ്രത്യേകിച്ചും ഈ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് കൊടിയ ദാരിദ്ര്യമായിരുന്നു ലോകമെങ്ങും. അതുകൊണ്ട് തന്നെ തിരുവിതാംകൂർ ഉൾപ്പെട്ട മേഖലകളിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇത് വലിയൊരു ഭീഷണിയായി മാറി. അങ്ങനെ ഈ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഭീഷണിയായി മാറാതിരിക്കാൻ വേണ്ടി അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ വഞ്ചി പൂവർ ഫണ്ട് സ്ഥാപിതമായത്. പിൽക്കാലത്ത് ഈ വഞ്ചി പൂവർ ഫണ്ടിൻ എങ്ങനെ അമ്മ വീടിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതും ഈ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന ഒരു കഥ തന്നെയാണ്. സ്ഥാപനത്തിൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറി കൂടിയായ ശ്രീ MS കുമാർ പറയുന്നതും ആ ചരിത്രമാണ്. വഞ്ചി പൂവർ ഫണ്ട് 1941 സ്ഥാപിതമായ ഒരു ധർമ്മസ്ഥാപനമാണ്. അന്നത്തെ തിരുവിതാംകൂർ സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ചതാണ്. ഇതിൻ്റെ സ്ഥാപകൻ ദിവാനായിരുന്ന സർ CP രാമസ്വാമിയാണ്. അതിൻ്റെ പശ്ചാത്തലം രണ്ടാം ലോകമഹായുദ്ധം ലോകത്തെ ആകെ ദുരിതത്തിലാക്കിയ ഒരു കാലമാണല്ലോ. അന്ന് വലിയ സമ്പന്ന രാഷ്ട്രങ്ങൾ പോലും അന്നത്തെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രമൊക്കെ അറിയപ്പെടുന്ന ഇംഗ്ലണ്ടൊക്കെ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയ കാലത്ത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ആഗ്രഹമായിരുന്നു തിരുവിതാംകൂറിൽ പരമാവധി പഠനം നഷ്ടപ്പെടരുത്, പഠിക്കാൻ കഴിയുന്ന കുട്ടികൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് പഠിക്കാതിരിക്കാൻ കഴിയരുത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ് അന്നത്തെ തിരുവിതാംകൂറിൽ പല ഭാഗങ്ങളിലായി ഈ ഉച്ചഭക്ഷണം എത്തിക്കാനുള്ള സ്ഥാപനം നിലയ്ക്ക് ഇത് ആരംഭിച്ചത് വഞ്ചി പൂവർ ഫണ്ട്. ഇതിന് ഇപ്പോൾ തമിഴ്നാട്ടിൽ ചേർന്ന തോവാളയിൽ ബ്രാഞ്ചുണ്ട്, കോട്ടയത്ത് ബ്രാഞ്ചുണ്ടായിരുന്നു. അങ്ങനെ തിരുവിതാംകൂറിൻ്റെ പല ഭാഗങ്ങളിലും ഇതിൻ്റെ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. അന്നത്തെ പ്രവർത്തനം എന്ന് വെച്ചാൽ ഉച്ചഭക്ഷണം എല്ലാ സ്കൂളുകളിലും പാവപ്പെട്ട കുട്ടികൾക്ക് ഭക്ഷണം എത്തിക്കുന്നതായിരുന്നു. അത് ക്രമേണ മാറി. ഒരു സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം എനിക്ക് തോന്നുന്നു 1967-68 കാലഘട്ടം വരെ അതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിൽ സജീവമായി പാരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഉണ്ടായി. ഉച്ചഭക്ഷണത്തിൻ്റെ ജോലി അവരെ ഏറ്റെടുത്തു സർക്കാരിൻ്റെ സഹായത്തോടു കൂടി. അത് ക്രമേണ നിന്നു. അപ്പം ഞങ്ങളിവിടെ സൗജന്യ കമ്പ്യൂട്ടർ പഠനവും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ എത്തുന്നവർക്കെല്ലാം ഉച്ചഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നു. ചില ഹോസ്പിറ്റലുകളിൽ ഉച്ചയ്ക്ക് ഭക്ഷണം എത്തിച്ചുകൊണ്ടിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ഈ പാവപ്പെട്ട അമ്മമാരെ ഇവിടെ സംരക്ഷിച്ചു പോകാൻ തീരുമാനിച്ചത്. അതാണ് ഈ അമ്മ വീട്. അത് ആരും നോക്കാൻ മനഃപൂർവ്വമായി ഇല്ലാത്തതല്ല, അവരുടെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കാത്തത് കൊണ്ടും പിന്നെ ആരോരുമില്ലാത്തവരുമായ അമ്മമാർ അവർ വളരെ സന്തോഷമായി ഇന്നിവിടെ ജീവിക്കുകയാണ്. അവരുടെ മരുന്ന്, അവരുടെ ഭക്ഷണം, വസ്ത്രം ഇതെല്ലാം ഇന്നിവിടെ നമ്മൾ നടത്തി പോരുന്നു. അപ്പോൾ സജ്ജനങ്ങൾ അവരുടെ വീട്ടിലൊരു വിവാഹം നടന്നാൽ അല്ലെങ്കിൽ വീട്ടിലൊരു ജന്മദിന ആഘോഷം എന്തെങ്കിലും അവരെ വീട്ടിൽ 4 ആൾ പ്രത്യേകിച്ച് വരുന്ന എന്തെങ്കിലും വിശേഷം നടന്നാൽ ചില ആൾക്കാർ അതിലൊരു വിഹിതം സംഭാവനയായിട്ട് ഇവിടെയും തരാറുണ്ട്. അങ്ങനെയാണ് നടന്നു പോകുന്നത്. ഇപ്പം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ അമ്മമാർ വന്നാൽ കൂടുതൽ സ്ഥല സൗകര്യം ഏർപ്പെടുത്തും. കഴിഞ്ഞ 8 പതിറ്റാണ്ടോളമായി പ്രവർത്തിക്കുന്ന ഈ ഒരു സ്ഥാപനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലവിധ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് സമൂഹത്തിൽ ആലംബഹീനരായി മാറിയ ഒരുപിടി അമ്മമാർക്ക് വലിയ ആശ്രയ കേന്ദ്രം തന്നെ ആവുകയാണ്. പ്രത്യേകിച്ചും ഈ കോവിഡ് കാലഘട്ടത്തിലൊക്കെ വലിയ പ്രതിസന്ധികളിലൂടെയാണ് ഈ ഒരു സ്ഥാപനം കടന്നുപോയത്. എങ്കിലും ഇവിടെയുള്ള അമ്മമാരുടെ മുഖത്ത് നിറയുന്ന ആ ചിരിയും അവരുടെ ചുണ്ടുകളിൽ വിരിയുന്ന അല്ലെങ്കിൽ അവർ പറയുന്ന ഓരോ കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇന്ന് ഈ ജീവിത സായാഹ്നത്തിൽ ഇവർ അക്ഷരാർത്ഥത്തിൽ സന്തുഷ്ടരാണ് എന്ന് തന്നെയാണ്. ഈ 3 വർഷം കൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് മോനെ. പിന്നെ സുഖമില്ല എന്നുള്ളൊരിതേ ഉള്ളൂ. എല്ലാവരും നല്ല സ്നേഹമായിട്ടാണ് പെരുമാറുന്നത്. മാനേജരാ അങ്ങനെ തന്നെ, പിന്നെ മറ്റുള്ള സ്റ്റാഫുകളും അങ്ങനെ തന്നെ ഞങ്ങളെ നല്ലതായിട്ട് നോക്കും. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. വന്നിട്ട് 3.5 വർഷമായി. ഇവിടെ സന്തോഷം തന്നെയാണ്. ചുറ്റുപാടും ഒക്കെ കൊള്ളാം. നല്ല രാവിലെ ക്ലീനാക്കിയൊക്കെ ഇടും, വൃത്തിയുണ്ട്.
ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ, ഡ്രസ്സിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ, പിന്നെ എല്ലാം നല്ല രീതിയിൽ തന്നെ. ഇത്രയും പ്രതീക്ഷിച്ചില്ല വീട്ടിൽ നിന്ന് വന്നപ്പോൾ. വൃദ്ധസദനം എന്ന് പറയുമ്പോൾ ടി വിയിൽ കണ്ടിട്ടേ ഉള്ളൂ. പിന്നെ മുഷിഞ്ഞ വേഷവും കരഞ്ഞുകൊണ്ടൊക്കെ സംസാരിക്കുന്നതും കഞ്ഞി കോരി കുടിക്കുന്നതും ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷേ അന്ന് നമ്മളിവിടെ വരുമെന്ന് വിചാരിച്ചില്ല. ഇപ്പം വന്നപ്പോൾ അത് വൃദ്ധസദനമെന്ന് തോന്നണില്ല. ഇവിടെ നല്ല സുഖമാണ്, എല്ലാവരുമായിട്ടൊക്കെ വലിയ സഹകരണമാണ്. പിന്നെ ഇവിടുത്തെ പെരുമാറ്റം നല്ല രീതിയിലാണ്. ഇവിടുത്തെ ആൾക്കാരുമായിട്ട് വലിയ ഇഷ്ടത്തിലൊക്കെയാണ്. പവേഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.